നമസ്കാരം. നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴേ ചിലപ്പോൾ ഇഡ്ഡലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും, ചിലപ്പോൾ ഭയങ്കര പുളിപ്പായിരിക്കും. അത് ഒന്നുകിൽ പച്ചരി കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉഴുന്ന് കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ 2-3 ദിവസം ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം ഈ പുളിപ്പൊക്കെ ഉണ്ടാകുന്നത്. പിള്ളേരൊന്നും മക്കളൊന്നും ചിലരൊന്നും കഴിക്കത്തില്ല. അപ്പം എത്ര പഴകിയ മാവാണെങ്കിലും അഥവാ ഉഴുന്ന് കൂടിയാലോ അല്ലെങ്കിൽ പച്ചരി കൂടിയാലോ നല്ല കട്ടിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡലി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് തന്നേക്കണം, ഷെയറും ചെയ്തേക്കണം. ഫോളോ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ കൂടെ ചെയ്തേക്കണം. അപ്പം വെച്ച് നീട്ടിക്കുന്നില്ല, ഞാൻ കർമ്മങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യമേ ഒരു ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് മുകളിലത്തെ തൊലിയെ കറുത്തിരിക്കുന്നതെല്ലാം ഇങ്ങനെ ചീകി കളയുക. കളഞ്ഞതിന് ശേഷം നമ്മൾ അത് ചെറുതായിട്ട് കൊത്തി തന്നെ, വീട്ടിൽ അമ്മമാരുണ്ടെങ്കിൽ അവർ കൈകൊണ്ട് പെട്ടെന്ന് തന്നെ കൊത്തി അരിഞ്ഞു തരും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ ചീകിയെടുക്കാം. നമ്മൾ വളരെ നൈസായിട്ട് തന്നെ അത് നമുക്ക് കിട്ടും. അതാകുമ്പോൾ നല്ലതാണ്, വലിയ കട്ടിയായിട്ട് കിട്ടത്തില്ല. അതിങ്ങനെ മുഴുവനായിട്ട് ചീകി എടുക്കുക. ചീകി എടുത്തിട്ട് അതിങ്ങനെ ചീകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തിളയ്ക്കാറായി, തിളച്ച് വരുന്നേ ഉള്ളൂ. തട്ടമെടുത്ത് വെച്ചിട്ടുണ്ട്, എണ്ണയുണ്ട്, മാവുണ്ട്, എല്ലാം ഉണ്ട്. എണ്ണയാണെങ്കിൽ ഇങ്ങനെ തട്ടത്തിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണേ. ഇങ്ങനെ എല്ലായിടത്തും അത് തേച്ച് കൊടുത്തു. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആ തട്ടം ഇങ്ങനെ വെച്ചു. തട്ടം വെച്ച് കൊടുത്തിട്ട് ഇനിയാണ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ പകുതി മാവ് വെച്ച് ആദ്യം എല്ലാ തട്ടത്തിൻ്റെ ഈ ഹോളിലേക്കും ഇങ്ങനെ പകുതി മാവ് വെച്ച് ഒഴിക്കുക. ഇങ്ങനെ പകുതി മാവ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്നിട്ട് ബാക്കി മാവ് ഒഴിച്ചിട്ട് ഇതങ്ങ് ഫില്ല് ചെയ്യും.